നമസ്കാരം. ഇലോൺ മസ്കിനെ കുറിച്ചാണ് വാർത്താലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഭ്രാന്തൻ ആശയക്കാരനെന്നും ബുദ്ധിരാക്ഷസനായ ബിസിനസ്സുകാരനെന്നും ലോകം പറഞ്ഞു തുടങ്ങിയിട്ട് കുറച്ചേ ആയുള്ളൂ മസ്കിനെ കുറിച്ച്. അതിസങ്കീർണമായ സാങ്കേതിക വിദ്യകൾ കൈപ്പിടിയിലൊതുക്കി ദീർഘവീക്ഷണത്തോടെ ബിസിനസ് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിൽ കാലനാണ് മസ്ക. ബിസിനസ്സിലായാലും ടെക്നോളജിയിലായാലും പ്ലാനുകൾ ലോകം മനസ്സിൽ കാണുമ്പോഴേക്കും മസ്ക് അത് പ്രാവർത്തികമാക്കിയിരിക്കും. വട്ടപൂജ്യത്തിൽ നിന്ന് ലോകത്തെ ഏറ്റവും വലിയ ധനികനാകാനുള്ള മസ്കിൻ്റെ ആത്മവിശ്വാസം ലോകത്തിന് പകരം വയ്ക്കാനില്ലാത്ത മാതൃക തന്നെയാണ്. കോളേജ് ബിരുദമില്ലെങ്കിൽ വേണ്ട, സ്കില്ലുണ്ടെങ്കിൽ വരൂ, നിങ്ങൾക്ക് ജോലി തരാമെന്ന് സ്വന്തം ജീവിതം കാണിച്ചാണ് മസ്ക് യുവാക്കളെ ആകർഷിച്ചത്. ലോകത്തിൻ്റെ ഭാവി ശാസ്ത്രത്തിൻ്റെ വഴിയിലൂടെയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന മസ്കിൽ നിന്ന് അത്ഭുതങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു അത്ഭുതത്തിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ന്യൂറാലിങ്ക്. ഉപകരണങ്ങളുടെ സഹായത്തോടെ യന്ത്രങ്ങൾ വയർലെസ്സായി നിയന്ത്രിക്കുന്നത് നമുക്കിന്ന് സുപരിചിതമാണ്. ബ്ലൂടൂത്തും വൈഫൈയും ഇൻഫ്രാറെഡും എല്ലാം അതിനായി പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. എന്നാൽ മനുഷ്യന് സ്വന്തമായി തലച്ചോറ് ഉപയോഗിച്ച യന്ത്രങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് ആരെങ്കിലും ആലോചിച്ച് കാണുമോ? നാം മനസ്സിൽ ചിന്തിക്കുന്നതിലൂടെ യന്ത്രങ്ങൾക്ക് പ്രവർത്തിക്കാനായാലോ? മസ്ക് തുടക്കമിട്ട ന്യൂറാലിങ്ക് എന്ന കമ്പനിയുടെ ലക്ഷ്യം മനുഷ്യന്റെ തലച്ചോറിനെയും യന്ത്രങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സാധിക്കുന്ന ഉപകരണം വികസിപ്പിച്ചെടുക്കുക എന്നതായിരുന്നു. ഇതിനായി കമ്പനി ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് അഥവാ BCI എന്ന ഉപകരണം വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഇതുവഴി ഭാവിയിൽ ഒരു സ്മാർട്ട് ഫോണിനെ USB കേബിൾ വഴി കമ്പ്യൂട്ടറായി ബന്ധിപ്പിക്കുന്ന പോലെ തലച്ചോറിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്കും വിവരം തിരിച്ചും കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് യാഥാർത്ഥ്യമായാൽ കമ്പ്യൂട്ടറുകളുടെയും മനുഷ്യൻ്റെയും ബുദ്ധികൾ തമ്മിലുള്ള ലയനത്തിനും കൂടി തുടക്കമാകും. മുടിനാരിനേക്കാൾ കനം കുറഞ്ഞ നേർത്ത ഇലക്ട്രോഡ് നാരുകൾ ഉപയോഗിച്ചാണ് മനുഷ്യൻ്റെ തലച്ചോറിനെ കമ്പ്യൂട്ടർ ചിപ്പുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഏറെ നാൾ ഈട് നിൽക്കുമെന്ന് ന്യൂറാലിങ്ക് അവകാശപ്പെടുന്ന ഈ നാരുകളും അതിൻ്റെ പ്രവർത്തനവും എങ്ങനെ ആയിരിക്കുമെന്ന് മസ്കും സംഘവും നേരത്തെ തന്നെ പരിചയപ്പെടുത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ ആരോഗ്യമേഖലയിലായിരിക്കും ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത്. പരസഹായമില്ലാതെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് സ്വന്തം ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ന്യൂറാലിങ്കിൻ്റെ ഈ ഉപകരണം സഹായിക്കും. ഭാവിയിൽ AI സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിച്ച ന്യൂറാലിങ്ക് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനാണ് മസ്കിൻ്റെ പ്ലാൻ. ന്യൂറാലിങ്ക് വികസിപ്പിച്ചെടുത്ത നാരുകൾക്ക് വലിയ അളവിൽ ഡേറ്റകൾ കൈമാറാനുള്ള ശേഷിയുണ്ട്. ഇതിൻ്റെ ഒരറ്റം N1 എന്ന് വിളിക്കുന്ന ചിപ്പുമായി ഘടിപ്പിക്കും. നാരുകളുടെ മറ്റേ അറ്റം തലച്ചോറിൻ്റെ നിശ്ചിത ഭാഗങ്ങളിൽ ഘടിപ്പിക്കും. അതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത റോബോട്ടാണ് നാരുകൾ തലച്ചോറിൽ ഘടിപ്പിക്കുക. ശേഷം തലയ്ക്ക് പുറത്ത് മറ്റൊരു കുഞ്ഞൻ ഉപകരണം സ്ഥാപിക്കും. ലിങ്ക് എന്നാണ് ഇതിന് പേര്. ബാറ്ററിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം. തലച്ചോറിനുള്ളിലെ നാരുകൾ വഴി N1 ചിപ്പിലെത്തുന്ന ഡേറ്റ വയർലെസ്സായി ഈ ഉപകരണത്തിൽ എത്തും. ബ്ലൂടൂത്ത് വഴിയാണ് ഈ വിവര കൈമാറ്റം നടക്കുന്നത്. തലയിൽ ഘടിപ്പിക്കുന്ന ന്യൂറാലിങ്ക് ഉപകരണത്തെ ഫോൺ വഴിയും നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. ശരീര ചലനശേഷി നഷ്ടപ്പെട്ടവർക്ക് കമ്പ്യൂട്ടറിൻ്റെ മൗസും കീബോർഡുമെല്ലാം ഇതുവഴി നിയന്ത്രിക്കാനാകും. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വേഗതയായിരിക്കും ഇതിനുണ്ടാവുക. കേൾക്കുമ്പോൾ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യത്തിൻ്റെ ആദ്യ കടമ്പയാണ് ഇപ്പോൾ മസ്ക് കടന്നിരിക്കുന്നത്. ശാസ്ത്രലോകത്തിന് വലിയ നേട്ടമാകുന്ന പദ്ധതിയിൽ റിസ്ക്കും വളരെ കൂടുതലാണ്. മനുഷ്യൻ്റെ പല പരിമിതികളെയും മറികടക്കാൻ ഇതുവഴി സാധിക്കുമെങ്കിലും ലോകത്തെ നശിപ്പിക്കാൻ ശേഷിയുള്ള കാര്യങ്ങൾ വരെ ഇതുവഴി നടന്നേക്കാമെന്നാണ് ചില ശാസ്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന ആരോപണങ്ങൾ. വ്യക്തികളെ ഇല്ലാതാക്കാനുള്ള സാധ്യതകളും ഇതോടെ തുറക്കപ്പെട്ടേക്കാം. തീവ്രവാദത്തിന് വഴിയൊരുങ്ങിയേക്കാം. മനുഷ്യൻ്റെ സ്വകാര്യതകളിലേക്ക് യന്ത്രം കടന്നുകയറിയേക്കാം. അങ്ങനെ വന്നാൽ ഉണ്ടാകാനിടയുള്ള വിപത്തുകളെക്കുറിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ തകൃതിയായി മറ്റൊരു വശത്ത് നടക്കുന്നുണ്ട്. നിലവിലുള്ള പല നിയമങ്ങളും മനുഷ്യരെ നേരിട്ട് കമ്പ്യൂട്ടറുകളുമായി ബന്ധിപ്പിക്കുക എന്ന ആശയത്തോട് യോജിക്കുന്നവയല്ല. ഇതുകൊണ്ടാണ് ചലനശേഷി നഷ്ടപ്പെട്ട ആൾക്കാരിൽ ആദ്യം പരീക്ഷിച്ച വിജയം കൈവരിക്കാൻ മസ്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മസ്കിൻ്റെ ന്യൂറാലിങ്കിനൊപ്പം തന്നെ വിവാദങ്ങളും എപ്പോഴും കൂടിയിട്ടുണ്ട്. ആടുകൾ, കുരങ്ങന്മാർ, പന്നികൾ ഉൾപ്പെടെയുള്ള 1500 മൃഗങ്ങൾ ഇതിൻ്റെ പരീക്ഷണങ്ങൾക്കിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ വർഷം പുറത്തു വന്ന റിപ്പോർട്ടുകൾ. കുരങ്ങുകളുടെ തലയിൽ ചിപ്പ് ഘടിപ്പിച്ച് നടത്തിയ പരീക്ഷണത്തിൽ ഇവയ്ക്ക് പിന്നീട് ഒരു വശം തളർന്നു പോകുന്നതായും തലച്ചോറിൽ വീക്കം വന്നതായും റിപ്പോർട്ടുകൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെയെല്ലാം നിഷേധിച്ച മസ്കും രംഗത്ത് വന്നിരുന്നു.
2016 മസ്ക് ന്യൂറാലിങ്കിന് തുടക്കമിട്ടത്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് നിരവധി കടമ്പകൾക്കൊടുവിൽ മസ്കിന്റെ കമ്പനിക്ക് മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിക്കാനുള്ള അനുമതി ലഭിച്ചത്. ഏതായാലും ശാസ്ത്രലോകത്തെ അത്ഭുതങ്ങളെ ബിസിനസ്സാക്കി മാറ്റി നമ്മെ അത്ഭുതപ്പെടുത്തിയ മസ്കിൽ നിന്ന് ഇനി എന്ത് അത്ഭുതമാണ് വരാനിരിക്കുന്നതെന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലോകം.